മോഹൻ സാർ, മോഹൻ സാർ, മോഹൻ സാർ. അയ്യോ, ഇയാളിത് എവിടെ പോയി കിടക്കുന്നു? രണ്ടെണ്ണം വെച്ചേക്കാം. ചൂട്. അയ്യോ, പൊള്ളി പൊള്ളി. വേഗം ആവട്ടോ, നല്ല പൊക്കത്തിൽ വെച്ച് കേട്ട് ഇവിടെ ഒരാളെ നിന്ന് അപ്പുറത്ത് കാണരുത്. ശരി ചേച്ചി, നല്ലോലെ അടുത്ത വീട്ടുകാരന്റെ ശല്യം കൊണ്ടായിരിക്കും ഓല വെച്ച് മറക്കണത് അല്ലേ ചേച്ചി? അതിനെ കുറിച്ച് ഞാൻ പിന്നീട് വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ ജോലി ചെയ്താൽ മതി. എന്നാ എന്താ സിസ്റ്ററെ, ഇവിടെ ടൂർണമെന്റ് എക്സിബിഷനോ വല്ലതും നടക്കാൻ പോവാന്നോ? തലയ്ക്ക് മേളിൽ കെട്ടി മറിക്കുന്നു. ഓ അല്ല ബ്രദറെ, കന്നുകാലി ഇവിടെ ഭയങ്കര ശല്യം. സിസ്റ്റർ കള്ളം പറയുക. കള്ളന്മാര് കയറാതിരിക്കാൻ വേണ്ടിയല്ലയോ? ചേച്ചേ, തന്നെ കുറിച്ച് ഞാൻ അങ്ങനെ പറയൂ? എന്നെ പറയില്ലെന്ന് എനിക്കറിയാം. നമ്മൾ രണ്ടുപേരും ഒരേ സ്ഥാപനത്തിൽ ജോലി നോക്കുന്നവരല്ലേ. ഗ്രേഡ് മാത്രം മാറിപ്പോയെന്നല്ലേ ഉള്ളൂ. വട കഴിക്കുന്നു. സാറിന് വേണ്ടി മേടിച്ചതാ. ഇന്ന് സാർ ഒരെണ്ണം കുറച്ച് കഴിച്ചാ മതി. എന്തൊരു വട തീറ്റിയാ. പിന്നെ ഇതിന് എത്ര ബലം പോരാ. ഒരു 2-2.5 അടി വാനം കുഴിച്ചിട്ട് കരിങ്കല്ലുണ്ട് ബേസ്മെന്റ് കെട്ടി ഒരു 9 ഇഞ്ച് ഖനത്തിൽ ഒരു 10-20 അടി നീളത്തിൽ ഇങ്ങനെ പോയി അവിടെ ചെന്നിട്ട് ഒരു 10-20 അടി പൊക്കത്തിൽ ഈ സെൻട്രൽ ജയിലിന്റെ മതില് പോലും ഇങ്ങനെ കെട്ടിക്കൊണ്ട് വന്നാലേ ഒരു പോയോ വട കൊണ്ട് കൊടുക്കണം സാറേ. വേലി കെട്ടിയാർക്ക് എന്നോട് ഭയങ്കര ബഹുമാനം. കോഴി അപ്പോ യമന ഭർത്താവിനെ ഡൈവോഴ്സ് ചെയ്തു അല്ലേ? അതെ, നല്ല എരി. യമനയുടെ ഭർത്താവ് ഇപ്പൊ എവിടെയാ? ആർക്കറിയാം, ഒക്കെ ഫ്രോഡ് കേസല്ലേ. എന്തൊരു എരി. അയാളെ രൂപ കണ്ടിട്ടുണ്ടോ? പിന്നെ ഇവനെ കെട്ടുന്നതിന് മുമ്പ് അവൾ എന്നെയാണ് കെട്ടാനിരുന്നത്. അല്ല, ആദ്യം പരിചയപ്പെട്ടത്. ഞാൻ അപ്പോഴേ പറഞ്ഞു ഇവനൊരു ഫ്രോഡ് ലുക്കാണ്, നല്ലോണം ആലോചിച്ചിട്ട് മതി സിസ്റ്ററെ എന്ന്. ആര് കേൾക്കാൻ? അതിന്റെ തല എഴുത്ത് അങ്ങനെ. എന്തായിരുന്നു അയാളുടെ പേര്? രൂപേഷ് കുമാർ. രൂപു എന്ന് വിളിക്കും. തന്റെ പേരല്ലടോ ചോദിച്ചത്. പിന്നെ യമുനയുടെ ഭർത്താവിന്റെ പേര്? രാമനോ കൃഷ്ണനോ എന്നെങ്ങാണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ ആരോർമ്മിക്കാൻ? അവക്ക് പോലും ഇപ്പൊ അത് ഓർമ്മയുണ്ടാവില്ല. ആർത്തി പണ്ടാരം. തന്റെ ഈ മുടിഞ്ഞ തീറ്റി ഒന്ന് മതിയാക്കാൻ. ഞാൻ വിചാരിച്ച് വേറെ എന്തോ ഓർഡർ ചെയ്തതാണെന്ന്. ചെയ്തില്ലല്ലേ? 2 ലാർജ്. എനിക്ക് വേണ്ട. തനിക്കല്ലടോ, എനിക്കാണ്. എനിക്ക് 2 ലാർജ് വേണം. ഞാന് ഏതോ കൈ തൊടാതെ കടിച്ചെടുക്കട്ടെ. ഈ കിടന്ന കാശും കൊടുത്ത് കുടിക്കണ പട്ടിനെ ചമക്കണം. ദീപം പ്രശ്നമാണ്. വണ്ടി ഇങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്യും. നീ ആരാടാ? ഇവിടുത്തെ സൂപ്രണ്ടോ അതോ MD-യോ?
സൂപ്രണ്ട് അവിടുന്നാണ് ഞാൻ. പിന്നെ നീ MD-യോ? ഉം, ഉം. വരവും മറ്റും കണ്ടാൽ ഇവിടത്തെ ജനറൽ മാനേജറാണെന്നേ തോന്നുന്നു. കുറച്ചു ദിവസമായി ഞാൻ നോട്ട് ചെയ്യുന്നു. എടാ, അവനവന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ച് വേണം വേഷം ധരിക്കാൻ. എന്നെ പോലെ. ഏ? എന്റെ പൊന്ന് സാറേ, ഇവിടുത്തെ MD ആണ് ഞാനെന്ന് പറഞ്ഞാണ് ഒരു വിവാഹം ആലോചിച്ച് ഉറപ്പിച്ചിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടാൻ കഴിയാതെ വന്നാൽ ആത്മഹത്യ എന്നിവരുടെ ലിസ്റ്റിൽ ഈ രൂപേഷ് കുമാറിന്റെ പേരും പെടും. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് പാന്റും ഷർട്ടും ടൈയും ധരിച്ചു വരാൻ സാറിനെ അനുവദിക്കണം. ഒരു 50 രൂപ സാറേ. ടാക്സിക്കാരന് കൊടുക്കാനാ. അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ ഞാൻ തിരിച്ചു തരാം. ഷോ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. കൊണ്ടുപോയി തോല. മാറ്. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്നു കേട്ടിട്ടേ ഉള്ളൂ. ഇതാ കാണുന്നു. വായന. ഓ, പഞ്ച. ബാബു സാർ എന്താ വായിക്കുന്നേ? പ്രേംചന്ദിന്റെ ഗോദാനം. പ്രേംചന്ദിന്റെ ഗോദാനം. പുതിയ മാനേജർ വരുന്ന ദിവസമാ. ഇനി വായനയൊക്കെ ലഞ്ച് ടൈമിലൊക്കെ. താൻ പോടവിടുന്നു. എല്ലാവർക്കും എന്നോട് ഭയങ്കര ബഹുമാനമാ. നേരി എന്താ ഈ വേഷത്തിൽ? പുതിയ മാനേജർ വരുന്നോണ്ടാ? ഏയ് ഒന്നുമില്ല, നന്നായിട്ടുണ്ട് രൂപു. വെരി സ്മാർട്ട്. എന്നെ പോലെ ഈ വേഷത്തിൽ മേരിയെ കണ്ടാൽ സത്യത്തിൽ എനിക്ക് ചോദിച്ച പെണ്ണാണെന്നേ തോന്നുന്നു. ആണോ? എന്നാ രൂപ ഒരു കാര്യം ചെയ്, പ്ലീസ് പോയി ഒരു ചായ വാങ്ങിച്ചോണ്ടോ. രാവിലെ കിട്ടിയില്ലേ? പോ. ഒരു ക്ലാസ് ഫോർ ഓഫീസറോട് പെരുമാറാത്ത തെണ്ടി. യമിനി എന്താ ഈ ആലോചിക്കുന്നത്? ചായ കുടിക്കുക. അതൊക്കെ പോട്ടേന്ന്. നിന്റെ കൂട്ടുകാരുടെ വിവാഹം എങ്ങനെയുണ്ടായിരുന്നു? തിരുവനന്തപുരത്ത് വരെ വിശേഷങ്ങൾ? ആ നശിച്ച ബസ്സിൽ കേറേണ്ടിയിരുന്നില്ല. അയാൾ അതിലുള്ള കാര്യം നിനക്കറിയില്ലായിരുന്നല്ലോ. ഇനിയിപ്പോ അയാളെ ഒന്ന് കണ്ടെന്ന് വെച്ചാൽ എന്താ കുഴപ്പം? അതോ പഴയ ഓർമ്മകളൊക്കെ വീണ്ടും തികട്ടി വരികയാണോ? ഓർമ്മകളോ? ഓർക്കാൻ മാത്രം ഒന്നും തന്നെ ബാക്കിയില്ല. പിന്നെന്താ ഈ മൂഡൌട്ടിന് കാരണം? ക്യാഷ് റെമുനയും അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് വത്സലയും 10 മണി കഴിഞ്ഞിട്ടും സീറ്റിൽ കാണാത്തതുണ്ട്. ഇന്ന് പുതിയ മാനേജർ വരുന്ന ദിവസമാണ്. ഇന്നൊരു ദിവസത്തേക്കെങ്കിലും മര്യാദയ്ക്ക് സീറ്റിൽ നിന്ന് ജോലി ചെയ്യണം. ഇത് ഞാൻ പറഞ്ഞതല്ല, സൂപ്രണ്ട് സാറ് പറഞ്ഞാണ്. ഓ, മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ. പിന്നെ ഇല്ലെങ്കിൽ അയാളല്ലേ ഞങ്ങളുടെ ജോലി ചെയ്യുന്നത്? അതെ, അതെനിക്കറിയില്ലേ. ഞാൻ ആ ചുള്ളിക്കമ്പ് സൂപ്പറിനോട് പറഞ്ഞു, യമുന സിസ്റ്ററും വത്സല സിസ്റ്ററും നമ്മുടെ ഓഫീസിന്റെ പുരോഗതിക്കും ഉന്നമനത്തിനും വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന 2 സഹോദരി. ഞാൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ട് കാണും. അതാ പോയത്. പുറകെ ഞാനും പോവാം പശ പോലെ. വരണം സാർ. ഇത് മിസ്റ്റർ ബാബു. ഒരു പുസ്തകം. ഹലോ. ഇത് തോമസ്. കൃത്യനിഷ്ഠയുടെ പര്യായം. ഇത് കൃഷ്ണൻകുട്ടി. കൊള്ളാം. ഹാൻഡ്സം, സ്മാർട്ട്. ആണുങ്ങളായ ഇങ്ങനെ ഇരിക്കണം. മിസ്റ്റർ അല്ല മിസ് സൂസി. നമസ്കാരം സർ. ഇപ്പൊ പ്രൈവറ്റ് ആയിട്ട് MA എഴുതിക്കൊണ്ടിരിക്കുക. ഞാൻ രൂപേഷ് കുമാർ. ഇത്